Mesmerizing wedding collection. Tejaswini by Chungat Jewelry. അങ്കമാലി മഞ്ഞപ്ര റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിന് വശങ്ങളിൽ നിർമ്മിച്ച കാന തുറവൂർ ചരിത്ര ലൈബ്രറിക്ക് സമീപം ഇടിഞ്ഞു വീണു. കാനകൾ നിർമ്മിച്ചതിനു ശേഷം റോഡ് നിർമ്മാണം നടത്തുന്നതിന് പകരം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് കാനകൾ നിർമ്മിക്കുകയായിരുന്നു. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കരിങ്കല്ലുകൾ അടക്കി നിർമ്മിച്ച കാനയുടെ ഭിത്തിയാണ് ഇന്ന് ഇടിഞ്ഞ് തകർന്നത്. അങ്കമാലി മഞ്ഞപ്ര റോഡ് 15 കിലോമീറ്റർ ദൂരം BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് 15 കോടി അനുവദിച്ചിരുന്നു. 5 കിലോമീറ്റർ കാന ഉൾപ്പെടെയായിരുന്നു എസ്റ്റിമേറ്റ്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും കാന നിർമ്മാണം നടന്നില്ല. പിന്നീട് ജനകീയ പ്രക്ഷോഭം നടന്നതിനെ തുടർന്ന് കാന നിർമ്മിക്കുകയായിരുന്നു. റോഡിനോട് ചേർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനു പകരം പൂഴിമണ്ണിൽ കല്ലുകൾ അടക്കി വെച്ചായിരുന്നു കാനയുടെ നിർമ്മാണം. ഭാരവണ്ടികൾ അരുകു ചേർന്ന് പോകുമ്പോൾ കാന ഇടിഞ്ഞ വശങ്ങളിലേക്ക് മറിയും. ഈ റോഡിൽ കിടങ്ങൂർ കപ്പേള ഭാഗത്ത് ഈ വിധം 2 ടോറസുകൾ മറിഞ്ഞിരുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിന്റെ കാന നിർമ്മാണത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട CPM രംഗത്തെത്തി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അധികമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് കാന നിർമ്മാണം നടക്കുമ്പോൾ ആ കാനയ്ക്ക് വേണ്ടി അതിന്റെ നിലവിലുള്ള കാനയൊന്ന് വൃത്തിയാക്കുന്ന സന്ദർഭത്തിൽ ഇരുവശങ്ങളിൽ നിന്നുള്ള കെട്ട് ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ ഇടിഞ്ഞു വീണ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിന്റെ താഴെ പൂഴിമണ്ണാണുള്ളത്. അതൊന്ന് ബലപ്പെടുത്താൻ പോലുമുള്ള ഏതെങ്കിലും മാർഗം സ്വീകരിക്കാൻ അന്നത്തെ ആ കോൺട്രാക്ടർമാർ സ്വീകരിച്ചില്ല. അതിന്റെ തെളിവുകൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡിലുടനീളം ഈ റോഡിന്റെ ടാറിങ്ങിന്റെ ഇരുവശത്തും നടത്തിയിട്ടുള്ള കോൺക്രീറ്റിന് ഏറ്റവും ബലം കുറഞ്ഞതും അതിന്റെ ബേസ്മെന്റ് ഇല്ലാതെയാണ് പണിതിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോ ഇടിഞ്ഞു വീഴാത്ത ഭാഗങ്ങൾ അടക്കം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. വലിയ അഴിമതിയാണ് ആ കാര്യത്തിൽ അന്ന് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ അന്വേഷണം നടത്തണം. പലപ്പോഴും ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഭാരവാഹനങ്ങൾ ഇരു സൈഡിലേക്കും മറഞ്ഞ നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പൊ കിടങ്ങൂർ കപ്പേള ഭാഗത്ത് ഇരുവശങ്ങളിലേക്കും ടോറസ് വാഹനങ്ങൾ മറയുന്ന സ്ഥിതിയുണ്ടായി. റോഡിന്റെ സൈഡിലേക്കൊന്ന് വാഹനം ഒതുക്കി കൊടുത്താൽ ആ ഭാഗത്തേക്ക് റോഡ് ഇടിഞ്ഞ് മറഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ പരാതി സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം അവരെ സംബന്ധിച്ചടക്കമുള്ള വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിൽ 1-ാം പ്രതി സ്ഥാനത്ത് നിൽക്കുന്നത് അതിന്റെ എല്ലാം മുഖ്യ ചുമതലക്കാരനായി മുഖ്യ കോർഡിനേറ്ററായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അങ്കമാലിയുടെ MLA ആണ് എന്നുള്ളതും അദ്ദേഹം ഈ സംഭവത്തെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട് എന്നൊരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. വ്യക്തമായ അന്വേഷണം നടത്തണം. അപാകതകൾ പരിഹരിച്ചുകൊണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ റോഡ്, പ്രാധാന്യമുള്ള ഈ റോഡ്, അത് കുറ്റമറ്റ രീതിയിലേക്ക് അതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകണം. ഏരിയ കമ്മിറ്റി അംഗം ജിമോൻ കുര്യൻ, സെക്രട്ടറി KP രാജൻ, KP ബാബു, KV പീറ്റർ, MM ജയ്സൺ, MV മോഹനൻ, VN വിശ്വംഭരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇരുവശങ്ങളിലും കാന നിർമ്മിച്ചിട്ട് വേണം ഈ റോഡിന്റെ പണി തുടങ്ങാനെന്നുള്ള ആവശ്യം ഉയർന്നു വരികയും അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാനപണി പൂർത്തീകരിക്കാതെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഇടിയൽ പോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള അപകടങ്ങൾ നടക്കുകയാണ്. ഇതിനെല്ലാം നമുക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ ഇതിന്റെ റോഡ് പൂർത്തീകരിച്ച് PWDക്ക് കൈമാറിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നാൽ ഇത്തരം റോഡുകൾക്ക് 5 വർഷം അവരുടെ ഈ പണി പൂർത്തീകരിക്കാൻ ഇതിനിടയ്ക്ക് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതിന് 5 വർഷം കാലാവധി ഉള്ളപ്പോൾ ആ കാലാവധി എല്ലാം കഴിഞ്ഞു എന്നുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ അപാകതകൾ പരിഹരിച്ച് ഈ റോഡിന്റെ സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് CPM നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാനകൾ പുനർനിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPM നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.